ഹലോ, അപ്പോൾ ഇന്നൊരു ഒറ്റ മൈൻഡ് കസിൻ വൈബ് കഥ പറയാട്ടോ. അപ്പോൾ അധികം പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഞങ്ങൾ പെട്ടെന്നൊരു യാത്ര പ്ലാൻ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ പോണത് ഞങ്ങൾ മേമയുടെ വീട്ടിലേക്കാണ് കേട്ടോ. മേമയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അഖിലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അഖിലിൻ്റെ തല്ലിൽ കണ്ട ഒരു മുറിയുണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ്, അഖിലിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോണത്. അപ്പോൾ ഏകദേശം കാര്യം പിടിയിട്ട് കാണുമല്ലോ, ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. അതിൻ്റെ സന്തോഷമാണ് അഖിൽ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 1 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യായിരുന്നു. എന്തായാലും ഞങ്ങളെ കണ്ട സന്തോഷത്തിലാണോ എന്തോ ഉപ്പേരി വിളമ്പുന്നതും വെള്ളം കൊണ്ടുവന്നതും ഒക്കെ അവൻ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സംസാരിക്കാനിരുന്നപ്പോൾ ഇതുപോലെ തന്നെത്തെ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്ന് അതും ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കുറേ കുശലങ്ങളും നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചു കേട്ടോ. എല്ലാവരും കൂടുമ്പോൾ ഞങ്ങളുടെ വീട്ടിലതൊരു പതിവാണ്. കുറേ നേരം അകത്തിരുന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. പിന്നെ പുറത്തിരുന്നിട്ടായിരുന്നു ചർച്ച. അങ്ങനെ ചർച്ചയ്ക്കൊടുവിൽ അവസാനം നമ്മളൊരു ഡിസിഷനിലെത്തി, ഒന്ന് കറങ്ങാൻ പോയാലോ. ഓബ്വിയസ്ലി അടുത്ത ചോദ്യം എന്താവും, എവിടെ പോകും? അപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്തായാലും ഒറ്റ മൈൻഡിൽ യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ പോയി അവിടെ എത്തിയപ്പോൾ വീണ്ടും പണിപാടി. അവിടെ ബ്ലോക്കായിരുന്നു. പിന്നെ വണ്ടി നിർത്തി ഞങ്ങൾ ഇതുപോലെ നേരെ നടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് മപ്പാട്ടുകര പുഴയിലേക്കാണ് കേട്ടോ. ഈ പൂ കാണാൻ നല്ല ഭംഗിയില്ല, ഇത് ഉമ്മത്തും പൂവാണ് കേട്ടോ. പൂവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് വെള്ളത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴത്തെത്തി. ഇതാണ് നമ്മൾ പറഞ്ഞ മപ്പാട്ടുകര പുഴ. തെങ്ങിൻ തോപ്പുകൾക്കും മരങ്ങൾക്കൊക്കെ നടുവിൽ നീണ്ടു നിറഞ്ഞു കിടക്കുന്ന ഒരു അടിപൊളി പുഴ കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ. ഇടയിൽ ഇതുപോലെ പാറക്കൂട്ടങ്ങളിലുണ്ട്. ഞങ്ങൾ പതുക്കെ അവിടേക്ക് നടന്നു കേട്ടോ. അവിടെ ഇറങ്ങി ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ വെള്ളത്തിലൊക്കെ കാലൊക്കെ ഇട്ട് ഞങ്ങളിപ്പോൾ അതൊക്കെ മറികടന്ന് അപ്പുറത്തേക്ക് എത്തിയിട്ടോ. ആ ഒരു ഒഴുകുന്ന വെള്ളമൊക്കെ വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒത്തുകൂടുമ്പോഴുള്ള പതിവുകൾ. ഇതുപോലെ കറങ്ങാൻ പോവുക, അടിച്ചു പൊളിക്കുക, അങ്ങനെയൊക്കെ. ഇതുപോലെയൊക്കെ ഒറ്റ മൈൻഡുള്ള ഒരേ വൈബുള്ള കസിൻസ് ഉണ്ടെങ്കിൽ പിന്നെ ജീവിതം കളറായില്ലേ. ഇതേപോലത്തെ ഫ്രണ്ട്സ് മോഡുള്ള കസിൻസ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പുഴയൊക്കെ കണ്ട് ആസ്വദിച്ച് മപ്പാട്ടുകര പുഴയുടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോവാണ് കേട്ടോ. ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് കേട്ടോ ഞങ്ങളുടെ വണ്ടികൾ പാസ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ നടന്നു പോയത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയിൽ കയറി നേരെ തിരിച്ച് മേമയുടെ വീട്ടിലേക്ക് തന്നെ പോരാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ മേമയും ചാച്ചൻ ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല അടിപൊളി അടയും ചായയും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേമയുടെ സ്പെഷ്യൽ ഇലയടയിലായിരുന്നു കേട്ടോ ബാക്കി എല്ലാവരുടെയും കോൺസെൻട്രേഷൻ. തകൃതിയായിട്ട് ഇലയടയൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മളെല്ലാവരുടെയും യാത്ര വന്നത്. മേമ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൃഷി ചെയ്ത വഴുതനങ്ങയാണ് കേട്ടോ. അങ്ങനെ യാത്രപോയാൽ ചടങ്ങിന് ശേഷം തിരിച്ചിറങ്ങിയപ്പോഴാണ് ഇവിടെ നീലശംഖുപുഷ്പം നിൽക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അച്ഛനോട് പറഞ്ഞതും അച്ഛൻ വളരെ കഷ്ടപ്പെട്ടത് പറിച്ചു തന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് തിരിച്ചിറങ്ങി ഏകദേശം രാത്രിയോടെ ശരണ്യനും ശില്പിനും ശിഖേനെ അവരെ വീട്ടിലാക്കിയിട്ടാണോ ഞങ്ങൾ തിരിച്ചു പോയത്. അപ്പോഴേക്കാണെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ കഥ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ